പെട്ടെന്നാണ് ഒരു പെൺകുട്ടിയുടെ രൂപം അയാളുടെ പുറകിലായിട്ട് നിൽക്കുന്ന കാണും. തിരിയുമ്പോൾ ആ പെൺകുട്ടിയെ കാണുന്നില്ല. ടാപ്പിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. ഭയങ്കര ചൂട് വെള്ളത്തിന് കൈ പൊള്ളുകയും ചെയ്തു. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അവിടെ ആ പയ്യൻ ബുജ്ജിപ്പയ്യനെ കാണും. എല്ലാവരെയും നിങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ, എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ലേ എന്നാ കുട്ടി ചോദിക്കും. അപ്പൊ ഹീറോ, ആരെയും ഞാൻ വിട്ടുവെക്കില്ല, എല്ലാവരെയും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പൊ ആ പയ്യൻ, എന്റെ അച്ഛനെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, എനിക്കറിയാം. പക്ഷെ മിഡ് നൈറ്റ് അങ്ങേര് എന്റെ കൂടെയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അവസാനം പുള്ളി കിച്ചണിലേക്ക് ചെന്നു. രാത്രി കിച്ചണിൽ വെച്ചിട്ടാണ് വീട്ടമ്മയോട് ഗുഡ് നൈറ്റ് പറയുക. അങ്ങനെ അവരെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ കിച്ചണിൽ ചെന്നത്. ഞാനും ഉണ്ടായിരുന്നു കൂടെ. കിച്ചണിൽ ആ മന്ത്രവാദിയുടെ അസിസ്റ്റന്റുമാര് 2 പേരും ഉണ്ടായിരുന്നു ഈ വിപത്ത് നടക്കുന്ന സമയം. സോ അതുകൊണ്ട് അവരാരും തന്നെ കുറ്റക്കാരല്ല എന്നാ കുട്ടി പറയും. അത് കഴിഞ്ഞ് ഹീറോയോട്, നിങ്ങൾ ടാപ്പ് ഓൺ ആക്കി വെച്ചിരിക്കുന്നു, അത് ഓഫ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഹീറോ ഓഫ് ചെയ്യും. നിങ്ങൾക്കും വോയിസസ് കേൾക്കുന്നുണ്ടോ എന്നാ കുട്ടി ചോദിക്കുന്നു. അതിന് ഹീറോ മറുപടി പറയില്ല. അവിടുന്ന് മാറിപ്പോകവേ നമ്മുടെ റൈറ്റർ ഹീറോയെ തട്ടിവിളിക്കും. എന്നിട്ട് ആ അസിസ്റ്റന്റുമാര് 2 പേരും റെഡിയാണ്, അവരെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയും. അപ്പൊ ഹീറോ, 2 പേരെയും ഒരുമിച്ചിരുത്തി ചെയ്യേണ്ട, തനിച്ചിരുത്തി ക്വസ്റ്റ്യൻ ചെയ്യാം, എങ്കിലേ അവര് പറയുന്നത് സത്യമാണോ നുണയാണോ എന്നറിയും. അങ്ങനെ ഇവര് 2 പേരെയും തനിച്ചിരുത്തി പോലീസുകാരെ പോലെ മാറി മാറി ചോദിക്കും. ഇവരെവിടുന്ന് വന്നു, എങ്ങനെ ഈ അമ്മച്ചിയുടെ കൂടെ ചേർന്നു, പിന്നെ എന്തൊക്കെ ചെയ്തു, ഇതെല്ലാം ചോദിക്കുകയാണ്. ഈ കുട്ടികൾ 2ഉം നാട് കടന്നു വന്നൊരു വന്ദേവാസികളാണ്. പട്ടിണിയും പരവേശവുമായി സ്വന്തം നാട്ടിൽ ജീവിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാട് കടന്നു വന്നവരാണ്. അവസാനം ഈ മന്ത്രവാദിയുടെ കീഴിലെത്തി അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്തു. ഒരുപാട് ട്രിക്കുകളൊക്കെ മന്ത്രവാദി പറഞ്ഞു കൊടുത്തു. മാജിക് പോലെ അത് കസ്റ്റമേഴ്സിന് മുന്നിൽ കാണിക്കണം. എന്നാലും മന്ത്രവാദി പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തവും കൃത്യമായിരുന്നു. അവർ ശരിക്കും ഗിഫ്റ്റഡ് ആണ്. അവർ ഞങ്ങളെ സഹായിക്കുകയാണ് ചെയ്തത്, പിന്നെ എന്തിനു വേണ്ടി ഞങ്ങൾ അവരെ കൊല ചെയ്യണം? അപ്പൊ ഹീറോ ചോദിക്കും, നിങ്ങൾ ചേച്ചിയും അനിയനും കൂടി മന്ത്രവാദിയെ പറ്റിച്ച് അവരുണ്ടാക്കുന്ന പണം കരസ്ഥമാക്കി നാട് വിട്ട് അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ നിങ്ങൾ അവരെ പറ്റിക്കുന്നത് അവര് മനസ്സിലാക്കി നിങ്ങളെ പോലീസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പോലീസിൽ പിടിക്കപ്പെട്ടാൽ തടവുകാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അത് മനസ്സിലാക്കിയ നിങ്ങളിൽ ഒരാളാണ് നിങ്ങളുടെ യജമാനി മന്ത്രവാദിയെ കൊന്നത്. അത് നിന്റെ സഹോദരനും സമ്മതിച്ചു കഴിഞ്ഞു. ഇനി നീ മറയ്ക്കണ്ട എന്ന് ഹീറോ അസിസ്റ്റന്റ് ചേച്ചിയോട് പറയും. ഇതേപോലെ അനിയനോടും പറയുന്നുണ്ട്. എന്നാൽ അനിയൻ റിയാക്ട് ചെയ്യുന്നില്ല. ചേച്ചി പെട്ടെന്ന് ഓടി അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ അവൾക്കും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. പിടിക്കപ്പെട്ട ആ പെണ്ണ് പറയും, ഞങ്ങൾ പണം തട്ടിയെടുത്തത് ശരിയാണ്, സത്യമാണ്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്നാകുന്നില്ല, ഞങ്ങൾ അവരെ കൊന്നിട്ടില്ല എന്നവര് 2 പേരും പറയാണ്. എന്നാലും ഹീറോ അവര് 2 പേരും കെട്ടിവെക്കും. ഈ സമയത്ത് ആ വീട്ടിൽ നിന്നും വീണ്ടും അശരീരി ശബ്ദങ്ങൾ ഹീറോയ്ക്ക് കേൾക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. ആ നേരം നമ്മുടെ ബുജ്ജിച്ചക്കം വന്നിട്ട് പറയും, നിങ്ങൾക്കും കേൾക്കാൻ തുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്കും എനിക്കും മാത്രമാണ്. പെട്ടെന്ന് ഇവരുടെ വീട്ടിലുള്ള ലാൻഡ് ഫോണിലേക്ക് ഒരു കോള് വരും. അറ്റൻഡ് ചെയ്യുമ്പോൾ ശബ്ദമൊന്നുമില്ല, ആരും മിണ്ടുന്നുമില്ല, കണക്ഷൻ ഉള്ളതിന്റെ ബീപ്പ് സൗണ്ടും കേൾക്കുന്നില്ല. ഈ നേരം ഒരു രൂപം ഹീറോയ്ക്ക് എതിർഭാഗത്തു നിന്നും പാസ് ചെയ്ത് പോകുന്നത് ഹീറോ കാണും. പുറകെ ഓടിച്ചെല്ലുന്നുണ്ട്. ആ രൂപം ഈ മരിച്ച പെൺകുട്ടിയുടെ മുറിയിലേക്കാണ് ചെന്നത്. നമ്മുടെ ആള് പോയി നോക്കുമ്പോൾ അവിടെ ഒരു കൊച്ചു പെൺകുട്ടി പേടിച്ചൊളിച്ചിരിക്കുക. ഹീറോ, മോള് പേടിക്കണ്ട, മോൾ ആ ഓർഫനേജ് കുട്ടികളുടെ കൂടെ വന്നതല്ലേ, അറിയാതെ അവരുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണോ, മക്കള് പേടിക്കണ്ട, മക്കളെ തിരിച്ചു കൊണ്ടുപോയി വിടാം. ഇവിടെ സംഭവിച്ചതെല്ലാം മോള് കണ്ടിരുന്നോ? ആ സ്ത്രീ കെട്ടിടത്തിൽ നിന്ന് വീണത് മോള് കണ്ടോ? ആരെങ്കിലും ആ പെണ്ണിനെ തള്ളിയിട്ടതാണോ? ഇതിനെല്ലാം ആ പെൺകുട്ടി തലയാട്ടുന്നുണ്ട്. അതെ എന്ന് പറഞ്ഞു. ആരാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും പുറകിൽ നിന്ന് എഴുത്തുകാരി, സാർ നിങ്ങൾ ആരോടാണ് സംസാരിക്കണമെന്ന് ചോദിക്കും. ഒരു കുട്ടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഹീറോ തിരിയുമ്പോഴേക്കും ആ കുട്ടിയെ കാണുന്നില്ല. പെട്ടെന്ന് പുതും എന്നും പറഞ്ഞ് ഭയങ്കര ബാസ് ശബ്ദം എവിടുന്നാണ് വരണേന്നറിയില്ല. ഇവർ വീടിന് ചുറ്റും നടന്നു നോക്കും. ഗ്രൗണ്ട് ഫ്ലോറിൽ ചെല്ലുമ്പോൾ ബേസ്മെന്റിൽ നിന്നാണ് ആ ശബ്ദം വരണമെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. എന്നാൽ വീട്ടമ്മ പറയും, ഈ വീടിന് ബേസ്മെന്റേ ഇല്ലെന്ന്. നാനാഭാഗത്ത് നോക്കിയ ഹീറോ ഒരു സ്ഥലത്ത് തുരങ്കം പോലുള്ളൊരു ചിത്രം ഇരിക്കുന്നു കാണും. സംശയപ്പെട്ട് ആ ഭാഗത്തേക്ക് ചവിട്ടി നോക്കവേ അകത്തേക്കൊരു ടണൽ പോകുന്നുണ്ട്, വീടിന്റെ താഴത്തേക്ക്, ബേസ്മെന്റിലേക്ക്. ആ ടണൽ ഭിത്തിയിൽ ഡോക്ടർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവര് ടണലിൽ കൂടെ താഴേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്ന പാവകൾ, അതേപോലെ കുട്ടികളുടെ ദ്രവിച്ചു പോയ ശരീരത്തിന്റെ സ്കെൽട്ടൺസ്, ഇതെല്ലാം അവിടുത്തെ ബേസ്മെന്റിലുണ്ടാവും. സോ സത്യത്തിൽ വർഷങ്ങൾക്ക് മുന്നേ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ വീടിനകത്ത് കുട്ടികളെ അടച്ചു വെച്ച് ഏതോ യുദ്ധവീരന്മാര് കൊന്നിട്ടുണ്ട്. ഈ സമയത്ത് മുകളിൽ നമ്മുടെ പെൺകുട്ടിയുടെ പഴയ കാമുകനും ഡോക്ടറും തമ്മിൽ വഴക്കാവും. ആ പെൺകുട്ടി നീ കാരണമാണ് മരിച്ചതടാന്ന് പറഞ്ഞ് കാമുകൻ ഡോക്ടറെ തല്ലാൻ തുടങ്ങി. ഡോക്ടർ തിരിച്ചു. ഇങ്ങനെ മോളി അടി നടക്കുമ്പോഴാണ് താഴെ ഹീറോയ്ക്ക് മനസ്സിലാവുന്ന കോരിച്ചൊരിയുന്ന മഴയിലും കാറ്റിലും പെട്ട് തടിക്കഷ്ണം ഇവരെ വീട്ടിലേക്ക് ഇടിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഭയങ്കരമായ ഇടിയുടെ ശബ്ദം കേട്ടത്. തും എന്ന് പറഞ്ഞു. അത് പ്രേതമല്ല, സ്റ്റോം വേവ്സ് ആണ്. അതവർ മനസ്സിലാക്കി മുകളിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ വലിയൊരു തല്ല് കഴിഞ്ഞു. കൊച്ചു ബുജ്ജി വന്ന് അപ്പനെ സമാധാനപ്പെടുത്തിയിട്ടാണ് ആ തല്ല് അവസാനിപ്പിക്കുക. ഇപ്പൊ തൽക്കാലം ആ അസിസ്റ്റന്റുകളുടെ കെട്ടഴിച്ചു വിടാന്ന് പറഞ്ഞ്
ഇവരഴിച്ചുവിടവേ ആ പെൺകുട്ടി സെക്യൂരിറ്റിക്ക് ഒരു പൊട്ടീരും കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ക്ഷീണിച്ച ഡോക്ടറെ, അയാൾക്ക് പെട്ടെന്ന് നെർവസ് സിസ്റ്റം എന്തോ കംപ്ലൈന്റ് ആയി, അതുകൊണ്ട് ഒരുപാട് ക്ഷീണായി. സോ ക്ഷീണിച്ച വ്യക്തിയെ ഇവര് മ്യൂസിക് റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ്. അപ്പൻ കുറച്ചേരം റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ പിന്നീട് വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞ് മകൻ ഇറങ്ങും. ഡോക്ടർ ഹീറോയെ വിളിച്ചിരുത്തി, ഈ വീട്ടിൽ ശരിക്കും ഡീമനും ഈവിൾസും ഉണ്ട്, ഞാൻ അവരെ കണ്ടു, മനസ്സിലാക്കി, ഞാൻ പറഞ്ഞ സത്യമാണ്, ഒരു ഡോക്ടറായ ഞാൻ പോലും അത് അനുഭവിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നു, നിങ്ങളും അതറിയും എന്ന് പറഞ്ഞ് അയാൾ കണ്ണടയ്ക്കും, ഉറക്കത്തിലേക്ക് വീഴും. വീട്ടമ്മ ആ മുറി പൂട്ടി അതിന്റെ താക്കോൽ ഹീറോയുടെ കയ്യിലേക്ക് കൊടുക്കും. ഈ മുറിക്ക് ഒരൊറ്റ താക്കോലേ ഉള്ളൂ, നിങ്ങളുടെ കയ്യിൽ തന്നെ അതിരിക്കട്ടെ, അതാണ് ഡോക്ടർക്ക് സേഫ്. ഇനി ഡോക്ടർ ആരെങ്കിലും ആക്രമിച്ചാലോ, അതുകൊണ്ടാണ് ഒരൊറ്റ താക്കോല് ഹീറോയുടെ കയ്യിൽ കൊടുക്കുന്നത്. അവിടുന്ന് ഹീറോ നമ്മുടെ കാമുകൻ ചെറുക്കനെ കണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വരും. അവൻ പറയും, അലീസിയുടെ മാനസിക നില തകരാറിലായിരുന്നു, അതെനിക്ക് മനസ്സിലായി, അവളെ ചികിത്സിക്കേണ്ട ഡോക്ടർ അവളെ പ്രോപ്പറായി ചികിത്സിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അവൾ മരണപ്പെടില്ല, അയാൾ കരുതിക്കൂട്ടി കൊന്നതാണ്, എന്റെ അലീസിയെ ഇല്ലാതാക്കാൻ കാരണം അയാളാണ്, അയാളെ കൊടുത്ത മരുന്നിലും ചികിത്സയിലും ആയിരിക്കണം എന്റെ പെണ്ണ് മരണപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെ പറഞ്ഞ് പഴം വെട്ടിക്കൊണ്ടിരുന്ന കാമുകൻ സ്വന്തം കൈ അറിയാതെ മുറിക്കും. ഇത് കണ്ട റൈറ്റർ പറയും, ഇവിടെ മരുന്നൊന്നും കാണുന്നില്ലല്ലോ, ആ തേനെടുത്ത് പുരട്ടിക്കോളൂ, അത് നല്ലൊരു ഏൻഷ്യന്റ് മരുന്നാണ്. ഈ ചെറുക്കൻ ആ തേനെടുത്ത് പുരട്ടുന്നു. നീറുന്നതുകൊണ്ട് തുപ്പല് തൊടുമ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാവുക ഇത് വൈൽഡ് ഫ്ലവർ അല്ല, പിന്നെ എന്ത് തേനാണാവോ. അവന്റെ പോക്കറ്റിൽ നിന്നൊരു പടത്തിന്റെ പകുതി കഷ്ണം നിലത്തേക്ക് വീഴും. ഹീറോ എടുത്ത് നോക്കവേ അത് ആ പെൺകുട്ടിയുടെ പടമാണ്, അലീസിയുടെ. ഇത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അലീസിയുടെ മുറിയിൽ ഇത് രണ്ടായി കീറി കിടക്കുന്നുണ്ടായിരുന്നു, അതിന്റെ ഒരു പാർട്ടാണത്. അപ്പൊ ഹീറോ ചോദിക്കും, എനിക്ക് തന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് താൻ അലീസിയെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പണത്തിനു വേണ്ടി നീ സ്നേഹിച്ച പെണ്ണിനെ ഒഴിവാക്കിയോ, സത്യമാണോ അത്? കാമുകൻ പറയും, ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്റെ താല്പര്യങ്ങളും അവളുടെ താല്പര്യങ്ങളും വ്യത്യസ്തമായിരുന്നു, എന്നാലും ഞങ്ങളുടെ പ്രണയം സത്യമാണ്. എന്നാൽ ആ പ്രണയത്തെ അവളുടെ അമ്മ ആദ്യകാലം മുതലേ അംഗീകരിച്ചിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ വഴക്കായി പിരിഞ്ഞപ്പോ അമ്മ അവളെയും കൊണ്ട് ഇങ്ങോട്ട് പറന്നു വന്നു. കുറച്ചു കാലം കഴിഞ്ഞ് എനിക്ക് അവളെ കാണണം, സംസാരിക്കണം, മാപ്പ് ചോദിച്ച് വീണ്ടും ഞങ്ങൾ തമ്മിൽ ചേരണം എന്ന് പറഞ്ഞ് ഞാൻ എത്രയോ തവണ അവളുടെ അമ്മയെ സമീപിച്ചിരുന്നു. പക്ഷെ അമ്മ സമ്മതിച്ചില്ല. അവളുടെ അമ്മയ്ക്ക് ഞങ്ങളുടെ പ്രണയത്തോട് താല്പര്യമില്ലായിരുന്നു, എന്നോട് എതിർപ്പായിരുന്നു. അവസാനം ശവപ്പെട്ടിയിലാണ് ഞാൻ എന്റെ അലീസിയെ കാണുന്നത്. എനിക്കും ആഗ്രഹമുണ്ട് അവൾക്ക് എന്താണ് സംഭവിച്ചെന്നറിയാം. അപ്പൊ ഹീറോ ചോദിക്കും, നിനക്ക് തന്ന ഇൻവിറ്റേഷൻ അതൊന്ന് കാണിക്കാൻ പറ്റുമോ എന്ന്. ആ ഇൻവിറ്റേഷൻ ആരും എഴുതിയതല്ല, ടൈപ്പ് റൈറ്റർ കൊണ്ട് ടൈപ്പ് ചെയ്താണ്. ബി അറ്റ് ദ പലാസോ 10 PM, ഇമ്പോർട്ടന്റ് ന്യൂസ് അബൌട്ട് അലീസിയ ഡ്രേക്ക് എന്ന് മാത്രമേ ഉള്ളൂ. ആരാണ് അയച്ചതെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് ഹീറോ തന്റെ സ്വന്തം സെക്യൂരിറ്റിയെ വിളിച്ചു വരുത്തും. അയാൾ പഴയൊരു പോലീസുകാരനായിരുന്നു. എങ്ങനെയാണ് താൻ പോലീസുകാരനായത്, പിന്നെ എന്തുകൊണ്ടാണ് ജോലിയിൽ നിന്നും വിരമിച്ചത് എന്ന് ഹീറോ ചോദിക്കും. ഈ സെക്യൂരിറ്റിയുടെ അച്ഛൻ പോലീസുകാരനായിരുന്നു, അതുകൊണ്ടാണ് മകനും പോലീസായത്. എന്നാൽ തന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനിഷ്ട സംഭവം അതിന് സാക്ഷിയായപ്പോ പിന്നീട് തന്റെ ജോലിയിൽ തുടർന്നു പോകാൻ അയാൾക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ട് വിരമിച്ചതാണ്. 1 വർഷം മുന്നെയാണ് ഇയാൾ വിരമിച്ചത്. അത് കഴിഞ്ഞ് ഹീറോയുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ ഹീറോ ചോദിക്കും, തന്റെ അവസാനത്തെ കേസ് ഏതായിരുന്നു? അത് ചോദിക്കാൻ എനിക്ക് കാരണമുണ്ട്. ഈ വീട്ടിലേക്ക് താൻ വരുമ്പോൾ ഈ വീട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതുപോലെയാണ് ആദ്യം പെരുമാറിയത്. എന്നാൽ ഈ വീട്ടിലെ ടെലിഫോൺ എവിടേക്കാണ് മറഞ്ഞു കിടക്കണമെന്ന് തനിക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് അറിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ ഇതിനു മുമ്പും താൻ വന്നിട്ടുണ്ട്. ഇനി പറയൂ, തന്റെ അവസാനത്തെ കേസ് അലീസിയ ഡ്രേക്ക് ആയിരുന്നില്ലേ? താനല്ലേ ആ പെൺകുട്ടിയുടെ മരണം അന്വേഷിച്ചത്? അത് കേട്ട് ആ പോലീസുകാരൻ പറയും, അതെ, ഞാനായിരുന്നു ആ പെൺകുട്ടിയുടെ ബോഡി വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്. ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മരണകാരണം അറിയാതെ കേസിൽ നിന്നും പിന്തിരിയാനോ ജോലിയിൽ മുന്നോട്ട് പോകാനോ എനിക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ വിരമിച്ചത്. അപ്പൊ ഹീറോ പറയും, അപ്പൊ നിങ്ങളെല്ലാവരും ഇത് അറിഞ്ഞുകൊണ്ടാണ് എന്നെ ഈ കേസിലേക്ക് വലിച്ചിട്ടത്. നിങ്ങളൊരു ടീമായിരുന്നു. ഈ എഴുത്തുകാരിയും പോലീസുകാരനും മന്ത്രവാദി ലേഡിയും, ഇവര് 3 പേരും ഒരു ടീമായിരുന്നു. പോലീസുകാരന് ഇതിനു പുറകിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം, എഴുത്തുകാരിക്ക് നല്ലൊരു കഥ കിട്ടണം, ആ കഥയിലൊരു ഹൊറർ എലമെന്റും കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ എഴുത്തുകാരി മന്ത്രവാദി പെണ്ണിനെ കൂട്ടുപിടിക്കുന്നത്. നമ്മുടെ കാമുകൻ ചെറുക്കനും പേരില്ല ഇൻവിറ്റേഷൻ അയച്ചത് ഈ എഴുത്തുകാരി തന്നെയാണ്. അതേപോലെ വീടിനകത്ത് ആൾക്കാരെ പേടിപ്പിക്കുന്ന പോലത്തെ ചില കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതും ഈ എഴുത്തുകാരിയാണ്. തന്റെ കഥയിൽ ഒരു ത്രില്ലിങ്ങും ത്രസിപ്പിക്കലും കൊണ്ടുവരാൻ വേണ്ടി, അത് വിശ്വസനീയമാക്കാൻ വേണ്ടി. ഇതെല്ലാം കണ്ടുപിടിക്കപ്പെടും എന്നായതുകൊണ്ടാണോ താൻ മന്ത്രവാദിയെ കൊന്നത്? സത്യം പറയൂ എന്ന് പറയും ഹീറോ. അപ്പൊ റൈറ്റർ, ഇതുവരെ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, പക്ഷെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. പുസ്തകത്തിന് വേണ്ടി കൊല്ലാനൊന്നും ഞാൻ മുതിരില്ല. ചില എലമെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ നാറിയ കളി കളിച്ചു, അത് സത്യമാണ്. എല്ലാത്തിലും മുഖ്യമായി ഞങ്ങൾക്ക് കൊലയാളി ആരാണെന്ന് അറിയണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാത്തിരുന്നത്.
കാത്തിരുന്നു. പക്ഷെ ഇങ്ങനെ വിപത്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും മന്ത്രവാദിയുടെ അസിസ്റ്റന്റ് പെൺകുട്ടി, സാർ എത്രയും പെട്ടെന്ന് വരും, ഒരു പ്രശ്നമുണ്ടെന്ന് പറയും. ഇവര് ചെന്ന് നോക്കുമ്പോൾ മ്യൂസിക് റൂമിനകത്ത് നിന്ന് കരയുന്ന ശബ്ദം ഈ വീട്ടുകാർ കേട്ടു. റൂം തുറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഹീറോയെ വിളിച്ച് ഇവര് റൂം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ മരണപ്പെട്ട് കിടക്കുന്നു. ഒരൊറ്റ കീയേ ഉള്ളൂ, അത് നിങ്ങളുടെ കയ്യിലായിരുന്നല്ലോ, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കും വീട്ടമ്മ. എല്ലാവർക്കും സംശയം കാമുകനെയാണ്. ഞാൻ പുറത്തായിരുന്നു, എനിക്ക് ഇയാൾ മരിക്കണം എന്നൊന്നുമില്ല, ഞാൻ അതിന് ശ്രമിക്കില്ല, എനിക്ക് അത്രയും വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും കാമുകൻ. ആരെയാണ് സംശയിക്കേണ്ടതെന്നറിയില്ല. അപ്പൊ സെക്യൂരിറ്റി പറയും, നമ്മൾ ആരും ഇവിടെ സേഫ് അല്ല. അടച്ചിട്ട മുറിയിൽ, ആരും കയറി വരാൻ പറ്റാത്ത മുറിയിൽ ഒരാൾ വന്ന് കൊല ചെയ്തിട്ട് പോയെങ്കിൽ നമ്മൾ ആരും ഇവിടെ സേഫ് അല്ല. ഇവിടെ ഇരിക്കുന്നത് നല്ലതല്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് ബുദ്ധി എന്ന് പുള്ളി പറയുമ്പോൾ നമ്മുടെ കാര്യസ്ഥ പെൺ അവര് ഹീറോയോട് പറയും, നിങ്ങൾ ചോദിച്ചില്ലേ ഇതൊരു ഹോണ്ടഡ് ഹൗസ് ആണെന്ന് മനസ്സിലാക്കിയിട്ടും പേടിയുള്ള ഞാൻ എന്തിന് ഇവിടെ താമസിക്കണോ എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ. അന്ന് രാത്രി അലീസിയ മരിക്കുന്ന അന്ന് രാത്രി അവളുടെ അമ്മയ്ക്ക് ക്ഷീണമുള്ളതിനാൽ ഞാനായിരുന്നു ആ പെൺകുട്ടിയെ നോക്കിക്കൊണ്ടിരുന്നത്. നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞ്. എന്നാൽ ഈ വീട്ടിൽ നിന്നും ചില അശരീരികൾ കേട്ടതുകൊണ്ട് ഞാൻ പേടിച്ച് ബാൽക്കണിയിലേക്ക് പോയി. അവിടെ നിന്നായിരുന്നു എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടത്. എന്റെ പേടി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. കുറച്ച് സമയത്തേക്ക് ഞാൻ മാറിയപ്പോഴേക്കും ഞാൻ ഒരുപാട് സ്നേഹിച്ച എന്റെ കുഞ്ഞ് എന്റെ സ്റ്റുപ്പിഡിറ്റി കാരണം, എന്റെ ഭയം കാരണം, എന്റെ ശ്രദ്ധപ്പിഴവ് കാരണം അവള് വെള്ളത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. എന്റെ പിഴവാണത്. ആ പിഴവിന് ശിക്ഷയായിട്ടാണ് വീണ്ടും വീണ്ടും ഭയപ്പെട്ടാലും ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നു. അവരിങ്ങനെ അവരുടെ വിഷമം പറയുമ്പോൾ ഹീറോ ഈ പെൺകുട്ടിയുടെ ഫോട്ടോകൾ ശ്രദ്ധിക്കും. അതില് ഈ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള പൂന്തോട്ടമുണ്ട്, പഴയ വീട്ടിലെ പൂന്തോട്ടം, പലതരം പൂക്കളുള്ള ആ പൂന്തോട്ടം. ഇതും കണ്ടു കഴിഞ്ഞ് ഹീറോ ആ കുട്ടിയുടെ മുറിയിലേക്ക് തനിയെ വരും. ഒന്നും മനസ്സിലാകുന്നില്ല. എപ്പോഴും ഉത്തരം ഉണ്ടാവാറുണ്ട് ഹീറോയുടെ തലയിൽ. എന്നാൽ ഇപ്രാവശ്യം ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. ഒരു തുമ്പിലും പിടുത്തം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് നിന്നാൽ കഴിയുന്നില്ല, നിനക്ക് എന്തുകൊണ്ട് ആൻസർ കിട്ടുന്നില്ല എന്നിങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കുകയാണ് ഹീറോ. പെട്ടെന്ന് ആ മുറിയിലുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ വളർത്ത് പാരറ്റ് ഒരു ടീ കപ്പ് താഴത്തേക്ക് തട്ടിയിടും. ഇതെടുക്കാൻ കുനിഞ്ഞ ഹീറോ കട്ടിലിനടിയിൽ ഒരു പേപ്പർ തുണ്ട് കാണുന്നുണ്ട്. മറിച്ച് നോക്കവെയാണ് അത് ആ പെൺകുട്ടിയും കാമുകനും ഉണ്ടായിരുന്ന പടം കീറിയതിന്റെ മറ്റേ ഭാഗമാണെന്ന് മനസ്സിലാവും. ഇപ്പൊ ആ വീട്ടിലുള്ളവരെല്ലാം പേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുന്ന സമയമായിരിക്കും. ഹീറോ എല്ലാവർക്കും മുന്നിലേക്ക് ചെന്നിട്ട്, ആരും ഇവിടുന്ന് ഇറങ്ങിപ്പോകരുത്, കുറ്റവാളി നമുക്കിടയിൽ തന്നെയുണ്ട്, അതാരാണെന്ന് ഞാൻ തുറന്നു പറഞ്ഞതിന് ശേഷം, എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇവിടുന്ന് എല്ലാവരും പിരിഞ്ഞാൽ മതി. അത് നിങ്ങൾ അറിയേണ്ട സമയം ഇപ്പോഴാണ്. ഈ വീട്ടിൽ 2 ഇമ്പോസിബിൾ ആയ മേഡേഴ്സ് സംഭവിച്ചു. അതിനെനിക്ക് കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, അതിന് ഉത്തരവാദി ആരാണെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. എന്നാൽ 3ാമതൊരു മരണം കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 മരണങ്ങൾക്ക് മുന്നേ അലീസിയ ഡ്രേക്ക് എന്ന പെൺകുട്ടിയുടെ കൊലപാതകം. അതിൽ നിന്നുമാണ് ഇപ്പൊ സംഭവിച്ച കൊലപാതകത്തിന്റെയും ഉത്തരവാദി ആരാണെന്ന് എനിക്ക് മനസ്സിലായത്. അത് ചെയ്തത് മറ്റാരുമല്ല, ആ പെൺകുട്ടിയുടെ അമ്മയാണ്, ഹെർ മദർ. അവരുടെ ആദ്യ കൊലപാതകത്തെ മറയ്ക്കാൻ വേണ്ടി വീണ്ടും 2 തവണയും അവർ കൊല ചെയ്തു. ഇത് കേട്ടുടനെ അമ്മച്ചി ദേഷ്യപ്പെടാൻ തുടങ്ങും. എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ ഞാൻ ഉരുകി തീരുമ്പോഴാണോടോ താൻ എന്നെ കുറ്റപ്പെടുത്തുന്നു. അത് കേട്ട് ഹീറോ പറയും, തന്റെ കുഞ്ഞിനെ താൻ ഒരുപാട് സ്നേഹിക്കുന്നു. പക്ഷെ അതെങ്ങനെയുള്ള സ്നേഹമായിരുന്നു? മറ്റാരാലും അവൾ സ്നേഹിക്കപ്പെടാൻ പാടില്ല, താൻ മാത്രമായിരിക്കണം എന്ന സ്വാർത്ഥ ചിന്തയുള്ള സ്നേഹമായിരുന്നു അത്. തന്റെ മകളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ലോകത്താരും ചെയ്യാത്തൊരു ദുഷ്പ്രവൃത്തി ഈ അമ്മ ചെയ്തു. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്. മോൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന റെയിൻബോ ഫ്ലവേഴ്സ് ഉള്ള പൂന്തോട്ടമില്ലേ, അത് പറിച്ചു കളഞ്ഞിട്ട് സിംഗിൾ കളറുള്ള റെയിൻബോ ഫ്ലവേഴ്സിന്റെ പൂന്തോട്ടം ഇവരുണ്ടാക്കി. ആ ഫ്ലവറിലേക്ക് ഒരു പ്രത്യേക തേനീച്ച വരും. ആ തേനീച്ചയിൽ നിന്നാണ് ഇവർ തേനുണ്ടാക്കിയത്. ഈ വീടിനകത്തേക്ക് കയറി വന്ന ഹീറോ, പ്രേതത്തിൽ വിശ്വാസം ഇല്ലാതിരുന്ന ഹീറോയ്ക്ക് ചില അശരീരികളും വിഷൻസും ഉണ്ടായി. അതിന് കാരണം എന്താണ്? വൈകിയാണ് ഞാനത് മനസ്സിലാക്കിയത്. ഹീറോയ്ക്ക് കൊടുത്ത ലെമൺ ടീ ഇല്ലേ, അതിൽ പോയിസൺ ഡ്രഗ് കലർന്നിരുന്നു. ഹലൂസിനേഷൻ ഉണ്ടാക്കുന്ന ഒരു പോയിസൺ ആണത്. ഈ തേനീച്ചയിൽ നിന്നും ഉണ്ടാവുന്ന തേൻ ഉപയോഗിച്ചാൽ ആ ഹലൂസിനേഷൻ ഉണ്ടാവും. ആ തേനിൽ എന്തോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നു എന്ന് ഹീറോയ്ക്ക് മനസ്സിലായത് നമ്മുടെ കാമുകൻ ചെറുക്കൻ അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് വൈൽഡ് ഫ്ലവർ തേനല്ല എന്ന് പറഞ്ഞപ്പോഴാണ്. ഈ തേൻ ടർക്കിയിലാണ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. അവർക്ക് മാത്രമേ ഈ തേനിനെ കുറിച്ച് അറിയൂ. ഈ തേൻ സ്ഥിരമായിട്ട് കഴിച്ചാൽ ഫീവർ ഉണ്ടാവും, ഹാലൂസിനേഷൻസ് ഉണ്ടാവും, ബോഡി വീക്ക് ആവും. ആർക്കും മനസ്സിലാവില്ല എന്തുകൊണ്ടാണെന്ന്. ഈ അമ്മച്ചി തേൻ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അത് കുറച്ചായിട്ട് മകൾക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. അവളൊരു രോഗിയെ പോലെ, കുഞ്ഞിനെ പോലെ വീട്ടിൽ തന്നെ കിടന്നു. സോ തനിക്ക് തന്റെ മോളെ തിരിച്ചു കിട്ടി, തന്റെ കുഞ്ഞാവേനെ തിരിച്ചു കിട്ടി. അവളെ പരിചരിക്കാൻ നോക്കുക, പിരിയാതെ വീട്ടിൽ തന്നെ ഇരുത്തുക. ഇങ്ങനെയാണ് അമ്മ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം അമ്മ മോൾക്ക് കാവലിരിക്കുമ്പോൾ അവർ ക്ഷീണിച്ച് ഉറങ്ങിപ്പോകും. നിങ്ങൾ കുറച്ചു നേരം ചെന്ന് ഉറങ്ങിക്കോളൂ, ഞാൻ കാവലിരിക്കാന്ന് പറഞ്ഞ് കാര്യസ്ഥ ആ അമ്മച്ചിനെ പറഞ്ഞു വിടും. കുറച്ചുനേരം കഴിഞ്ഞ പെണ്ണ് എഴുന്നേറ്റ് എന്തോ കണ്ട് പേടിച്ച് ഡിസ്റ്റർബായി വിഷൻസ് ഒക്കെ കണ്ട് നിലവിളിക്കാൻ തുടങ്ങി. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ നമ്മുടെ കാര്യസ്ഥ അവളെ കൂളാക്കാൻ വേണ്ടി ടീ ഉണ്ടാക്കി അതിലേക്ക് ഈ തേൻ ഒരുപാട് കോരി ഒഴിച്ച് കലക്കി കൊടുത്തു. സാധാരണ ഇങ്ങനെ വയലന്റ് ആവുമ്പോൾ ഈ ചായയാണ് കൊടുക്കുക. അതിൽ എത്രമാത്രം
ഹണി ചേർക്കണമെന്ന് ഈ ലേഡിക്ക് അറിയില്ലല്ലോ. ഇവരൊരുപാട് ചേർത്തിളക്കി മോൾക്ക് കുടിക്കാൻ കൊടുത്തു. ഇപ്പൊ അവര് കരയാണ്, എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരുപാട് ഹണി കൊടുത്തപ്പോഴേക്കും ആ പെൺകുട്ടി മരിച്ചുപോയി. അത് മരണപ്പെട്ടു എന്നുള്ളത് കാര്യസ്ഥ പെണ്ണിന് അറിയില്ല. അത് ഉറങ്ങാണെന്ന് വിചാരിച്ച് മാറിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞ് അമ്മ വന്ന് മോളെ പിടിച്ച് നോക്കുമ്പോഴാണ് മോള് മരണപ്പെട്ട കാര്യം അമ്മയ്ക്ക് മനസ്സിലാവും. മോളെ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് ഈ പോയിസൺ കൊടുത്തിരുന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കും. താൻ ഇത്രയും ക്രൂരയായ അമ്മയാണെന്ന് ഈ ലോകം അറിയും. സോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അമ്മച്ചി മോളുടെ ബോഡി പൊക്കി അവളുടെ ശരീരത്ത് മാന്തി ഒരു പാടും ഉണ്ടാക്കിയിട്ട് മോളിൽ നിന്ന് തള്ളി വെള്ളത്തിലേക്ക് ഇടുന്നു. ഇത് കാര്യസ്ഥയ്ക്കോ മറ്റാർക്കും തന്നെ അറിയില്ല. അവരാണിത് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ ചെടിയും തേനുമല്ല അമ്മച്ചി നശിപ്പിച്ചു കളഞ്ഞു. കുറച്ച് തേൻ മാത്രം ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ മോളെ ചികിത്സിക്കാൻ വന്നിരുന്ന ഡോക്ടർക്ക് ഇതിൽ എന്തൊക്കെയോ ദുരൂഹമായ സംഭവങ്ങളുള്ളതായിട്ട് തോന്നി. അതുകൊണ്ട് ഹീറോയെ പറ്റിച്ച പോലെ തന്നെ ഡോക്ടർക്കും ഇടയ്ക്കിടെ ടീ കൊടുത്ത് ഈ സ്ത്രീ ഹാലൂസിനേഷനിലേക്ക് ഡോക്ടറെയും തള്ളിവിട്ടു. പോലീസുകാർക്കും കൊലപാതകത്തിന് തെളിവൊന്നുമില്ല. അങ്ങനെ ഈ കേസിൽ നിന്ന് അമ്മച്ചി രക്ഷപ്പെട്ടു. എന്നാൽ ഇവരുടെ ഒരുപാട് പണം ഉണ്ടായിരുന്ന ഈ വീട്ടമ്മയുടെ പണം കുറെ ആയിട്ട് കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് തേടിപ്പോയപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലായത് ഈ വീട്ടമ്മയ്ക്കൊരു ത്രെട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഭീഷണി, നീ പോയിസൺ കൊടുത്ത കാര്യം എനിക്കറിയാം, പണം തന്നില്ലെങ്കിൽ ഞാൻ ഈ ലോകത്തോട് പറയും എന്ന് പറഞ്ഞൊരു ഭീഷണി കത്ത്. ആരും പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഈ കത്തയച്ച ആൾക്ക് വീട്ടമ്മ പണം അയക്കുമായിരുന്നു. ഈ പോയിസന്റെ സത്യാവസ്ഥ ഡോക്ടർ അല്ലാതെ മറ്റാരും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. സോ ഡോക്ടർ ആയിരിക്കും തന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് വീട്ടമ്മ വിചാരിച്ചു. അതേപോലെ മന്ത്രവാദി, തനിക്കും മോൾക്കും മാത്രം അറിയാവുന്ന പല രഹസ്യങ്ങളും മന്ത്രവാദി പറയുന്നു. അങ്ങനെയാണെങ്കിൽ താനാണ് മോളെ കൊന്നതെന്ന് മന്ത്രവാദി കണ്ടുപിടിച്ചാലോ? സോ ഇവര് രണ്ടുപേരും തന്റെ ജീവിതത്തിന് ഭീഷണിയാണെന്ന് മനസ്സിലാക്കി രണ്ടുപേരെയും കൊല്ലാൻ തീരുമാനിക്കുന്നു വീട്ടമ്മ. അതിൽ മിസ്റ്റേക്കൻലി മന്ത്രവാദിയാണെന്ന് വിചാരിച്ച് ഹീറോയെ ആ ലേഡി കൊല്ലാൻ നോക്കും. എന്നാൽ അവസാന നിമിഷം ആള് മാറിയെന്ന് മനസ്സിലാക്കി ഇട്ടിട്ട് ഓടാൻ നേരം ഈ മന്ത്രവാദിനെ കയ്യിൽ കിട്ടി അതിനെ വലിച്ച് കെട്ടിടത്തിൽ നിന്ന് എറിഞ്ഞ് കൊലപ്പെടുത്തി. ഇത് ഹീറോ പറയുമ്പോ ആ വീട്ടമ്മ പറയും, അവര് മരിക്കുന്ന സമയത്ത് ഞാൻ കാര്യസ്ഥ പെണ്ണിന്റെ കൂടെ മ്യൂസിക് റൂമിലായിരുന്നു, വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ. അതിനാ കാര്യസ്ഥ പെണ്ണും പറയും, അതെ അവരെന്റെ കൂടെയായിരുന്നു, ആ സമയം ഞാൻ ക്ലോക്കിൽ കണ്ടതുമാണ് മരിക്കുന്ന സമയം. ഇത് കേട്ട് ഹീറോ പറയും, അവര് മ്യൂസിക് റൂമിലെ സമയം മാറ്റിവെച്ചിരുന്നു. ഈ കൊലപാതകം കഴിഞ്ഞിട്ടാണ് നിങ്ങളെ വിളിച്ച് മ്യൂസിക് റൂമിലേക്ക് പോകുന്നത്. അവർക്കൊരു അലിബൈ വേണമായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളെ സെറ്റ് ചെയ്ത് പറ്റിച്ചത്. ഇത് കേട്ട് കഴിയുമ്പോൾ പോലീസുകാരൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ എങ്ങനെയാണ് കൊല്ലാൻ സാധിക്കുക? ആ മുറിയിലേക്ക് മറ്റാരെ കൊണ്ടും കയറാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഇവര് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ചു എന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ലേഡി അയാളുടെ അടുത്തേക്ക് പോയിട്ടുമില്ല, മറ്റൊരു മുറിയിൽ തനിച്ചായിരുന്നു. ആ മുറിക്ക് പരിസരത്തുണ്ടായിരുന്നു ഞാൻ. അതിന് ഹീറോ പറയും, ആ മുറിക്ക് ഒരൊറ്റ കീ ഉണ്ടായിരുന്നുള്ളൂ, ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടെങ്കിൽ അവര് പിടിക്കപ്പെടും. ഇവിടെ കൊലപാതകം സംഭവിച്ചത് മറ്റൊരു രീതിയിലാണ്, ഫോൺ മുഖാന്തരം. ഈ വീട്ടിലേക്ക് പുറത്തുനിന്ന് കോള് വന്നില്ലെങ്കിലും അകത്തുനിന്ന് പരസ്പരം വിളിക്കാം. സോ വീട്ടമ്മ തന്റെ മുറിയിൽ നിന്നും ഈ ഡോക്ടർ മുറിയിലേക്ക് വിളിക്കും. എന്നിട്ട് തന്റെ മോൾക്ക് സംഭവിച്ച എല്ലാ സത്യവും ഡോക്ടറോട് തുറന്നു പറയുന്നുണ്ട്. ഡോക്ടർ ജീവനോടുണ്ടെങ്കിൽ അത് തനിക്ക് ആപത്താണ്, അതുകൊണ്ട് നീ സ്വന്തം ജീവൻ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ തന്റെ മകനെ ഞാൻ ഇല്ലാതാക്കും. അയാളുടെ മോൻ ഈ ലേഡിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇരിപ്പുണ്ടാവുക. 1-2 പേരെ കൊന്ന ഈ ലേഡിക്ക് തന്റെ മോനെ കൊല്ലാൻ അധിക സമയം ആവില്ല. അവനെ രക്ഷപ്പെടുത്താൻ വേറെ വഴിയില്ലാത്തോണ്ട് മകനെ ഒരുപാട് സ്നേഹിക്കുന്ന അപ്പൻ സ്വന്തം ശരീരത്തിലേക്ക് കത്തി കുത്തി ഇറക്കി മരണപ്പെടുകയാണ് ചെയ്തത്. ഇങ്ങനെ വളരെ വിദഗ്ധമായ അതിബുദ്ധി ഉപയോഗിച്ചിട്ടാണ് വീട്ടമ്മ ഓരോ കൊലപാതകവും ചെയ്തിരിക്കും. ഇത് പറഞ്ഞു തീർന്ന ഉടനെ താൻ പിടിക്കപ്പെട്ടു എന്ന് അമ്മച്ചി മനസ്സിലാക്കുമ്പോൾ അവര് ഡോറ് കൊട്ടി അടച്ചിട്ട് ഈ വീടിന്റെ ഏറ്റവും മുകളിലേക്ക് ഓടും. ഹീറോയും പുറകെ ചെല്ലുന്നുണ്ട്. ഇനി ഓടി രക്ഷപ്പെടാൻ ആ സ്ത്രീക്ക് വേറെ മാർഗവുമില്ല. അവര് പറയും, എന്റെ മോളെ ഞാൻ ഉപദ്രവിച്ചല്ല, ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ട് അവളെ വിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല, അവൾ എന്റേതായിരുന്നു, എന്റേത് മാത്രമാണ്, അതുകൊണ്ട് സംഭവിച്ചതാണ് എന്നിങ്ങനെ അവര് പറയുമ്പോഴേക്കും പുറകിൽ നിന്നൊരു രൂപം വരുന്നതായിട്ട് ഹീറോയ്ക്ക് കാണാം. ആ രൂപം ഈ സ്ത്രീയെ തൊടുന്നു, സ്പർശിക്കുന്നു. ഈ തൊട്ടുടനെ പേടിച്ച പെണ്ണ് തിരിയുമ്പോഴേക്കും കാൽ വഴുതി. അവര് തന്റെ മോൾ എങ്ങനെയാണോ വെള്ളത്തിലേക്ക് വീണ് മുങ്ങി മരണപ്പെട്ടത്, അതേപോലെ ഇവരും അടിച്ച് വീണ് വെള്ളത്തിനടിയിലേക്ക് താണു പോവാണ്. ഒരു രൂപം ഇവരെ വലിച്ചെടുത്തോണ്ട് പോകുന്നത് പോലെ കാണിക്കുന്നുണ്ട്. മേ ബി മകളുടെ ആത്മാവായിരിക്കാം. എന്തായാലും കൊലപ്പുള്ളി മരണപ്പെട്ടു. പിറ്റേന്ന് പ്രഭാതം വിടരുന്നു. വെനീസ് നഗരം. കാര്യസ്ഥ പെണ്ണ് ഈ ബുജ്ജിപ്പയ്യനെ ദത്തെടുക്കും. ഇനി ഇവൻ എന്റെ കൂടെ ജീവിച്ചോട്ടെ എന്ന് പറയും ഹീറോയോട്. ഹീറോ മെല്ലെ ആ പയ്യന്റെ അടുത്ത് വന്നിട്ട്, ഇതിനെല്ലാം നീയാണ് കുറ്റക്കാരൻ എന്ന് കരുതരുത്, സംഭവിച്ചെല്ലാം ഒരു നിമിത്തമാണ്, അത് സംഭവിക്കേണ്ടിയിരുന്നതാണ്, അതൊരിക്കലും നിന്റെ പ്രവർത്തനം കൊണ്ടല്ല തെറ്റായിട്ട് മാറിയത്. ഇത് കേട്ട് കാര്യസ്ഥ പെണ്ണ് ഷോക്കാവും. ഈ മകൻ എന്ത് തെറ്റാണ് ചെയ്ത്? ആ പയ്യനും പറയുന്നുണ്ട് എല്ലാം എന്റെ തെറ്റാണെന്ന്. സംഭവം ഈ വീട്ടമ്മയ്ക്ക് പോയിസന്റെ കാര്യം എനിക്കറിയാം, ഞാൻ പുറത്തു പറയും, പറയാതിരിക്കണമെങ്കിൽ പണം വേണം എന്ന് ചോദിച്ച് ലെറ്റർ അയച്ചില്ലേ, അത് മറ്റാരുമല്ല ഈ കൊച്ചു പയ്യനാണ്. ഇവൻ അച്ഛന്റെ റിപ്പോർട്ടും ഇവിടുത്തെ ചില പുസ്തകങ്ങളും അനലൈസ് ചെയ്തപ്പോ ഇവന് മനസ്സിലായി എന്താണ് മരണകാരണം.
പണക്കാരനെന്ന്. ഇതവൻ പുറത്തു പറഞ്ഞില്ല. ഈ ലേഡിയെ കത്തുകൾ അയച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിച്ച് അത് ഇവരുടെ വീട്ട് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു. അച്ഛന് ജോലിയും കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കടം അടച്ചു തീർക്കാനുണ്ടായിരുന്നു, വീട്ടിലെ ബില്ലും അടയ്ക്കാനുണ്ടായിരുന്നു. ആ ഉപയോഗത്തിനാണ് മകൻ അവരെ പറ്റിച്ച് പണം വാങ്ങിച്ചു. എനിക്ക് വലിയ തെറ്റുപറ്റിപ്പോയി എന്ന് മോൻ പറയും. ഹീറോ അവനെ സമാധാനിപ്പിക്കും. സംഭവിച്ച കാര്യങ്ങൾക്ക് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. നീയും സ്വന്തം അച്ഛന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്തത്, അതുകൊണ്ട് നിന്നെ ഞാനൊരു കുറ്റവാളിയായിട്ട് കാണുന്നില്ല. ബാക്കി പണം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അവിടെ 2 അനാഥ പിള്ളേരുണ്ട്, അവർക്ക് അമേരിക്കയിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. നിങ്ങൾ അവരെയും വിളിച്ചുകൊണ്ട് പോക്കോളൂ എന്ന് പറയും ഹീറോ. അതേപോലെ ബുജ്ജിയും അമ്മച്ചിയും ആ ചെക്കനെയും പെണ്ണിനെയും കൂടി അമേരിക്കയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ തന്റെ കേസെല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹെർക്കുൾ പോയ്റോട്ട് തിരിച്ച് തന്റെ മാളത്തിലേക്ക് വരുമ്പോഴാണ് പുതിയൊരാൾ കേസുമായിട്ട് വന്നിരിക്കുന്നത്. എന്നാ പിന്നെ കേസില്ലാ വെക്കേഷനിൽ പുതിയൊരു കേസ് അന്വേഷിച്ച് വിശ്രമിച്ചാലോ എന്ന് പറഞ്ഞ് പുതിയ ക്ലയന്റിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് എ ഹോണ്ടിങ് ഇൻ വെനീസ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലട്ടുമാസ്.